സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം മമ്മൂക്കയുടെ ചിത്രം ഭ്രമയുഗം കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഓസ്കാർ അക്കാദമിയിൽ പ്രദർശിപ്പിക്കാനായിട്ട് തിരഞ്ഞെടുക്കുകയുണ്ടായി. അപ്പോൾ ആ ചിത്രം ഫെബ്രുവരി 12-ാം തീയതി തന്നെ പ്രദർശിപ്പിക്കുമെന്ന് പറയുകയുണ്ടായി. പല ആളുകളും ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. അതായത് ആ വീഡിയോ അല്ലെങ്കിൽ അത് എന്തായി ബ്രോ, ആ സിനിമ പ്രദർശിപ്പിച്ചു, എന്തായി, മമ്മൂക്കയുടെ കാര്യം എന്തായി, അപ്ഡേറ്റ് എന്തായി എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകളാണ് ഈ ഒരു ഇതിഹാസത്തിൻ്റെ എന്താണ് അവിടെ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളെന്ന് കാണാൻ വേണ്ടിയിട്ട് കാത്തിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഒരു വീഡിയോ വന്നിരിക്കുകയാണ്. ഓസ്കാർ അക്കാദമിയിൽ ആ ചിത്രം പ്രദർശിപ്പിക്കുകയും ആ ചിത്രത്തെ പറ്റി ആ ഓസ്കാർ അക്കാദമിയിലെ ഒരാൾ ആ ഒരു ചിത്രം പ്രദർശിപ്പിച്ചതിനെ പറ്റി സംസാരിക്കുകയും ചെയ്യുന്നൊരു വീഡിയോ വന്നിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ഭാഗങ്ങളൊന്നും വന്നിട്ടില്ല, കുറച്ച് ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് മുൻപ് മമ്മൂക്കയുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തിരുന്നു അല്ലേ. അതായത് വരാൻ പോകുന്ന D55 എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയ്ക്ക് പ്രതിഫലം ധനുഷ് 35 കോടി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്ക അത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയും തനിക്ക് ആ ഒരു പ്രതിഫലമൊന്നും വേണ്ട, നല്ല സിനിമകൾ മാത്രം ഉണ്ടായാൽ മതി, അതിനു വേണ്ടിയിട്ട് തൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും, പൂർണ്ണ പിന്തുണ താൻ എപ്പോഴും നൽകുമെന്നൊക്കെയായിരുന്നു ധനുഷിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. എന്നാൽ അതിനെയും വളച്ചൊടിച്ചുകൊണ്ട് വേറെ രീതിയിൽ പറഞ്ഞുകൊണ്ട് ഇതുവരെയും 100 കോടി ക്ലബിലേക്ക്, ബോക്സ് ഓഫീസിലേക്ക് എത്താൻ സാധിക്കാത്ത ഒരു നിർഗുണനാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ആളുകൾ കമൻറ്റ് ബോക്സിൽ മെഴുകിയത്. അതൊരാൾ മാത്രമല്ല, ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സിൽ കരയുന്നുണ്ട്. ഇതെല്ലാം ഏട്ടൻ ഭക്തൻസും ഏതോ സംഘികളുടെ അടിമയുമാണെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, നിങ്ങൾക്കുമില്ലെന്ന് എനിക്കറിയാം. എനിക്കതിൻ്റെ തീരെ ഒരു കണിക പോലും അവശേഷിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ സംഘികൾ ആരുടെയോ അടിമപ്പണി ചെയ്തുകൊണ്ട് ആരുടെയോ മക്കളാണ്, ആരുടെ മക്കളാണെന്ന് ഇവന്മാർക്ക് പോലും അറിയില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ മമ്മൂക്ക ഒരു വിരോധാഭാസമായിട്ട് കാണുന്ന, മമ്മൂക്കയ്ക്കെതിരെ ഈ പറയുന്ന അക്രമം പൊട്ടിപ്പുറപ്പെടുവിച്ച് വിടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവർ പറയുന്നത് മമ്മൂട്ടി ഇതുവരെ 100 കോടി ക്ലബ്ബിൽ എത്തിയിട്ടില്ല, മമ്മൂക്ക ഒരിക്കലും എത്താൻ പോകുന്നില്ല, ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ ഓസ്കാർ അക്കാദമിയിലേക്ക് പോയത് തന്നെ മമ്മൂട്ടി കാശ് കൊടുത്ത് കയറ്റി വിട്ടു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതേസമയം ഓസ്കാർ അക്കാദമി അവരുടെ ഒരു പ്രത്യേക പരാമർശം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യേക താല്പര്യാർത്ഥം ആ സിനിമ അവിടെ പ്രദർശിപ്പിക്കുകയാണ് ഉണ്ടായത് അല്ലേ. അത് ഒരു ഒട്ടുമിക്ക ചോറ് വാരി തിന്നുന്ന ആളുകൾക്കെല്ലാം അതറിയാം. എന്നാൽ മമ്മൂട്ടിയോട് വലിയ രീതിയിൽ വിരോധമുള്ള ആളുകൾ പറയുന്നത് മമ്മൂട്ടി കാശ് കൊടുത്ത് വാങ്ങിയതാണ്, ഇടതുപക്ഷ സർക്കാരിനോടൊപ്പം ചേർന്ന് വാങ്ങിയതാണെന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കൂട്ടം ആളുകൾ പറയുന്ന മമ്മൂട്ടി ചാത്തൻ സേവയിൽ കൂടി ഉണ്ടാക്കിയെടുത്തതാണെന്നാണ്. അതെ, അത് ശരി തന്നെയായിരിക്കും. കാരണം മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ ആ ഒരു സിനിമയിൽ ചാത്തനാണല്ലേ. അതായത് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മമ്മൂട്ടി ഒരു പോറ്റിയായിട്ടാണ് അവിടെ ഇരിക്കുന്നതെങ്കിലും അത് ശരിക്കും പോറ്റിയുടെ രൂപം ഏറ്റെടുത്ത് അവിടെ വന്നൊരു പോറ്റിയുടെ രൂപത്തിലേക്ക് മാറിയ, അല്ലെ പോറ്റിയായിട്ട് ആവാഹിക്കപ്പെട്ട ഒരു ചാത്തനാണ്. ആ ചാത്തനാണ് ശരിക്കും നമ്മൾ ആ സിനിമയുടെ അന്ത്യത്തിൽ നമ്മൾ കാണുന്നത്. ആ ചാത്തനെ കൊന്നുകൊണ്ട് ആ ചാത്തനെ അടിമയാക്കുന്ന രീതിയിൽ, അല്ലെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ബോഡി അത് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ ചാത്തനെ പുറത്തെടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. അതിൽ സിദ്ധാർത്ഥും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അർജുന അശോകനും ഒക്കെ അതിൽ ആ ഒരു സിനിമയിൽ കാണിച്ചു വെച്ചിരിക്കുന്ന ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഈ സിനിമയിൽ മമ്മൂട്ടി മാത്രമാണോ മുന്നിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി മാത്രമാണ്. പക്ഷേ അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു അംശം പോലും പിന്നിലേക്ക് പോകാതെ ആ സിനിമയുടെ എല്ലാ സന്ദർഭങ്ങളെയും നല്ല രീതിയിൽ തന്നെ ആവിഷ്കരിച്ച് വെക്കാനായിട്ട് രണ്ടുപേർക്കും സാധിച്ചിട്ടുണ്ട്. ആ സിനിമ തുടങ്ങുന്നത് അപ്പോൾ മുതൽ ആ സിനിമയിലെ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 3 പേരുടെ ആ ഒരു കഥകൾ മാത്രമാണ് അതിലുള്ളത്. ഒരു മനയ്ക്കുള്ളിൽ പെട്ടുപോകുന്നു, ആ മനയ്ക്കകത്തുനിന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല ഒരു ലൂപ്പ്, അതിനകത്ത് കിടന്ന് കറങ്ങി കറങ്ങി നടക്കുന്ന 2 പേരും അതിനോടൊപ്പം ചാത്തനും. ആ ചാത്തനെ എത്ര നല്ല രീതിയിലാണല്ലോ മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്നത്. അതൊരു ചാത്തനായിട്ട് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല, എനിക്കത് ഫീൽ ചെയ്തില്ല. മമ്മൂക്കയുടെ ആ സിനിമയിൽ ഇത് ചാത്തനാണെന്ന് ആ സിദ്ധാർത്ഥ് ഭരതൻ പറയുന്ന സമയം വരെയും എനിക്കത് മമ്മൂക്ക ചാത്തനാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതായത് അവിടെ ആ മനയിൽ വന്നിട്ടുള്ള പോറ്റിയെ കൊന്നുകൊണ്ട് ആ ഒരു ശരീരത്തിലേക്ക് ആവാഹിച്ച് കയറിയ ഒരു ചാത്തനാണിതെന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോഴും ആ സിനിമ കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് സന്തോഷമാണ് ആ സിനിമ കാണുമ്പോൾ. കാരണം അതിൽ മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ രീതികളാണ്, അല്ലെ ഓരോ സന്ദർഭങ്ങളാണ്. ഒരു ചിക്കൻ കടിച്ചിങ്ങനെ കാലൊക്കെ ഇങ്ങനെ കടിച്ചെടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്, നിങ്ങളതൊക്കെ കണ്ടായിരിക്കും, ഞാൻ ഈ സൈഡിൽ ആഡ് ചെയ്യാം. ആ സീനിൽ പോലും നമുക്കത് കാണുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്, നമുക്കത് കാണുമ്പോൾ കൊതി വരും. അപ്പോൾ അങ്ങനെ ആ ചിക്കനും കഴിക്കുന്നു, കുറച്ച് കള്ളും കുടിക്കുന്നു, ആ കപ്പ് അവിടെ വെക്കുന്നു, കപ്പ് താഴെ വീഴുന്നു. പിന്നീട് മമ്മൂക്കയുടെ ആ ഗാംഭീര്യമേറിയ ശബ്ദത്തിൽ കൂടി ഒന്നും ഇപ്പോൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ മമ്മൂക്ക പറയുന്നുണ്ട്. ആ ശബ്ദം തന്നെയാണ് അവിടെയും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. മമ്മൂക്കയുടെ ആ ഒരു ഗാംഭീര്യമേറിയ ആ ഒരു അതിമനോഹരമായ ശബ്ദം, ആ ശബ്ദത്തിൽ കൂടി മമ്മൂക്ക ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്കത് ആ സിനിമയിലെ കഥാപാത്രവുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാച്ചിങ്ങുമാണ്. അതേപോലെ തന്നെ അതൊരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് തരുന്നത് അല്ലേ. ആ ഒരു പ്രത്യേക ഫീൽ കൊണ്ട് തന്നെയാണ് ആ സിനിമ നമ്മളെല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ കാണുന്നത്, വീണ്ടും വീണ്ടും കാണുന്നത്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിട്ട് കൂടി. അപ്പം അങ്ങനെ ആ ഒരു സിനിമ അവിടെ പ്രദർശിപ്പിച്ച സമയത്ത് അവരെന്താണ് പറയുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഈ സൈഡിലൊന്ന് ആഡ് ചെയ്യാം. ആ വീഡിയോയിൽ മമ്മൂട്ടി എന്നൊരു വാക്ക് അവർ പറയുമ്പോൾ, അതായത് ഇത് ഏത് സെഞ്ചുറിയിൽ എടുത്തതാണ്, എവിടെ നടക്കുന്ന സംഭവമാണ്, മലബാറിലെ സംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആ വീഡിയോയിൽ പറയുമ്പോഴും മമ്മൂട്ടി എന്നൊരു പേര് അവിടെ പറയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു കയ്യടിയും ബഹളവും ഒക്കെ ഉണ്ട്.
എൻ്റെ പൊന്നു മക്കളെ, മലയാളികൾ മാത്രമേ മമ്മൂട്ടിയെ കണ്ടിട്ടുള്ളൂ, മലയാളികൾക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇതൊന്ന് കാണണം. ഇത് കണ്ടിട്ട് നിങ്ങളുടെ കുരുപൊട്ടലിൻ്റെ ആ ഒരു കുറച്ചുകൂടെ അങ്ങോട്ട് ആക്കവും വീക്കവും ഒക്കെ അങ്ങോട്ട് കൂട്ട്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എന്തൊരു കഷ്ടമാണല്ലേ. ആ വീഡിയോ എന്തായാലും കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. Ramayugam comes from the Malayalam film industry, referred to as Mollywood, based in Kerala, India. The film takes place in 17th century India along the Malabar coast, where folk singer Thevan, played by Arjun Ashokan, narrowly escaped slavery from Portuguese soldiers, only to be driven by Yakshi into the ramshackle mansion of the menacing Lord Koduman Poti, played by Mollywood legend Mammootty. ആ മമ്മൂട്ടി, കൊടുമൺ പോറ്റിയായിട്ട് മമ്മൂട്ടിയാണ് അവിടെ ഉള്ളതെന്നൊക്കെ പറയുമ്പോൾ ഉള്ള കയ്യടി, അത് പറയുന്ന ആ സ്റ്റേജിൽ പ്രസന്റ് ചെയ്യുന്ന ആൾ പോലും കൈയടിക്കുകയാണ്. അവിടുത്തെ ഒരു എന്താ പറയുക, അവിടുത്തെ ഒരു കരഘോഷം, അവിടുത്തെ ഒരു സന്തോഷം, ആളുകളൊക്കെ കൈയടിക്കും നിങ്ങളൊന്ന് കേട്ടില്ലേ? ആ കരഘോഷം നിങ്ങൾ കേട്ടില്ലേ? അതാണ് ഇതിഹാസം എന്നൊക്കെ പറയുന്നത്. ബാക്കി കേട്ട് നോക്കാം. Unsettled by the manor, Devan soon discovers that Koduman is a descendant of a powerful sorcerer who was gifted by the goddess Varahi, a Chapan goblin, who the Lord controls. Filmmaker Raul Sadasivan drew inspiration from Kerala folkloric figures like the Yakshi, feminine forest spirits. കണ്ടില്ലേ? ഇത് കാണുമ്പോൾ നാഷണൽ അവാർഡ് ജൂറികൾക്ക് നല്ല രീതിയിൽ പൊട്ടാൻ പോവുകയാണ്. പൊട്ടി ഇങ്ങനെ ഒഴുകും ഇങ്ങനെ നല്ലതുപോലെ. നാഷണൽ അവാർഡ് മമ്മൂക്കയെ അർഹിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ നാഷണൽ അവാർഡ് കൊടുക്കുന്ന ആളുകൾ പറയുന്ന മമ്മൂട്ടി ഇത് അർഹിക്കുന്നില്ല എന്നാണ്. അതിന് വേണ്ടിയിട്ട് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരാളെ അവരങ്ങോട്ട് അടിമയാക്കി വെച്ചുകൊണ്ട് ലാലേട്ടൻ എല്ലാ അവാർഡുകളും അങ്ങോട്ട് തള്ളിക്കൊടുക്കുന്നുണ്ട്. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയപ്പോൾ, മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയപ്പോൾ എന്തൊരു മെഴുകലായിരുന്നു അല്ലേ. അതായത് മമ്മൂട്ടി സർക്കാരിൻ്റെ അടിമയായതുകൊണ്ട്, നമുക്കറിയാം മമ്മൂക്കയുടെ ഒരു രാഷ്ട്രീയം ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസമാണ്, മമ്മൂക്കയുടെ മതം മുസൽമാനാണ് എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് മമ്മൂക്കയെ തഴയുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ തന്നെയും അതിനെ തന്നെ ഒരു പേരും പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയുടെ മതവും ജാതിയും രാഷ്ട്രീയവും എല്ലാം പ്രശ്നമായിട്ടുള്ള, അതിനെ ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ കാണുന്ന ഒരു കൂട്ടം ആളുകൾ മമ്മൂക്കയ്ക്ക് കിട്ടേണ്ട എല്ലാ പുരസ്കാരങ്ങളും, മമ്മൂക്കയ്ക്ക് കിട്ടേണ്ട എല്ലാ ആദരവുകളും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പരിശ്രമത്തിന്, നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ്, അല്ലെങ്കിൽ ആ പരിശ്രമങ്ങൾ എങ്ങും എത്താതെ പോകുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ സിനിമ, ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ, മലയാള സിനിമയിലെ ഇത്രയും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സിനിമ ഇതുവരെയും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. മോഹൻലാൽ എത്ര കിണഞ്ഞ് പരിശ്രമിച്ചാലും ഇനി ഇതുപോലെ ഒരു കഥാപാത്രം ചെയ്തു വെക്കാനായിട്ട് ഒരുത്തിനും സാധിക്കത്തില്ല. ഇതല്ല, ഇതിനപ്പുറത്തേക്ക്, ഇതിന് മുകളിലേക്ക് വെക്കട എന്ന് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം നടക്കാത്തൊരു കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി മോഹൻലാൽ വന്നെന്ന് പറഞ്ഞാലും, ഇനി തെന്നിന്ത്യനോ അല്ലെ ഇനി ഏത് സിനിമയിലോ ഏത് ഭാഷയിലുള്ള അന്യഭാഷ ഏത് നടന്മാർ വന്നാലും, ഇനി രജനീകാന്ത് വന്നാലും സ്റ്റൈൽ മന്നൻ ആര് വന്നാലും, ഇതിനപ്പുറത്തേക്കോ ഇതിന് മുകളിലേക്കോ ഇതിൻ്റെ ഒരു കുറച്ചപ്പുറത്തേക്ക് ഒരു പൊടി അകലത്തിൽ പോലും എന്തെങ്കിലും ചെയ്തു വെക്കാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം ഇത് മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന, സിനിമയോടൊരു അമിതമായിട്ടുള്ള അഭിനിവേശമുള്ള ഒരു ഭ്രാന്തന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുതന്നെയാണ് മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മമ്മൂക്കയെ നീയൊക്കെ എത്ര കാര്യവാരി തേക്കാൻ ശ്രമിച്ചാലും, നീയൊക്കെ എത്ര കളിയാക്കാൻ ശ്രമിച്ചാലും ഇവിടെ ഒരു കോപ്പ് നടക്കാൻ പോകുന്നില്ല. കാരണം നീയൊന്നും പറയുന്നതല്ല ഇവിടുത്തെ കാര്യങ്ങൾ. അതാദ്യം നീയൊക്കെ മനസ്സിലാക്കുക. ഇതിൽ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. 100 കോടി ഹൃദയങ്ങളിൽ ഭ്രമയുഗം ഓസ്കാർ അക്കാദമിയിൽ പ്രദർശനം ആരംഭിച്ചു. മഹത്തായ ദിവസം അക്കാദമി മ്യൂസിയത്തിൽ പ്രശംസ നേടി ഭ്രമയുഗം. പിന്നെ മലയാള സിനിമയുടെ ഇപ്പോഴത്തെ സുവർണ കാലഘട്ടത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നത് മമ്മൂട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് സിബി മലയിൽ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന 3 പോസ്റ്റുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന മലയാളക്കരയുടെ ഇതിഹാസം, അല്ലെ മലയാള സിനിമയെ വാനോളം ഉയർത്തുന്ന ആ ഒരു ഇതിഹാസത്തിനെയാണ്. നമുക്കറിയാം, ഈ അന്യഭാഷ സംസാരിച്ചാലേ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഒരു വ്യക്തി ഉയർന്നു വരൂ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. മമ്മൂക്ക ശരിക്കും പറഞ്ഞാൽ ഒരു വക്കീലായിരുന്നു. ആ പണി വേണ്ടെന്ന് വെച്ചിട്ട് മമ്മൂക്ക സിനിമയിലേക്ക് വന്നത് കുറേ കാശ് വാരാമെന്ന് വിചാരിച്ചുകൊണ്ട്, കുറേ ഫേമസ് ആകുമെന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല. അദ്ദേഹത്തിന് ഒരു അഭിനിവേശമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ആക്രാന്തമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഭ്രാന്തുണ്ട്. ആ ഭ്രാന്ത് അത് സിനിമയാണെന്ന് അദ്ദേഹത്തിന് റിയലൈസ് ചെയ്ത സമയം മുതൽ അദ്ദേഹം ആ ഭ്രാന്തനെ എന്താ പറയുക അടച്ചു പൂട്ടിയിടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. അത് 90കളിലോ 80കളിലോ ഉള്ള സിനിമകൾ എടുത്താലോ, അല്ലെ 70കളിലുള്ള സിനിമകൾ എടുത്താലോ, 20കളിലുള്ള സിനിമകൾ എടുത്താലോ, ഏത് സിനിമ എടുത്താലും നമുക്ക് അവിടെ എല്ലാം അത് നമുക്ക് കാണാൻ പറ്റും. അതായത് മമ്മൂക്ക ചെയ്തു വെക്കുന്ന ഓരോ കഥാപാത്രങ്ങളും
അത് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ തലങ്ങളിൽ കൂടിയൊക്കെ സഞ്ചരിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് അവിടെ വിസിബിളാണ്. നമുക്ക് എടുത്തു കാണിക്കാനായിട്ട് ഇന്ന സിനിമ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓരോ സിനിമകൾ മമ്മൂക്ക ഒരു 100 സിനിമകൾ ചെയ്തു എന്ന് വെച്ചാൽ എക്സാമ്പിളാണ്, 100ന് മുകളിൽ സിനിമകൾ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ 100 സിനിമകൾ നിങ്ങൾ കണക്കിലെടുത്തു. ആ 100 സിനിമകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഓരോ സിനിമയിലും ഓരോ കഥാപാത്രങ്ങളും, എല്ലാ സിനിമയിലും കഥാപാത്രങ്ങൾ വ്യത്യസ്തമായിരിക്കും. പക്ഷേ ആ കഥാപാത്രത്തിനെ അവർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിന്ന് മമ്മൂക്ക മാറ്റി തൻ്റേതായിട്ടുള്ള രീതിയിൽ ആവിഷ്കരിച്ച് തൻ്റേതായിട്ടുള്ള കുറച്ച് പൊടിക്കൈകളൊക്കെ ചേർത്ത് തനിക്ക് എന്ത് അതിൽ എക്സ്ട്രീംലി കൊടുക്കാൻ സാധിക്കും, തനിക്ക് കിട്ടുന്ന ഒരു സാലറി അല്ലെ വേതനം അതൊന്നും അല്ല കണക്കിലെടുക്കുന്നത്, തനിക്ക് എന്ത് അവിടെ കൊടുത്തുകൊണ്ട് നമ്മുടെ കാണുന്ന കാണികളെ പ്രേക്ഷകരെ എങ്ങനെ പിടിച്ചിരുത്താൻ സാധിക്കും, അവരിൽ എങ്ങനെ ഇമ്പവും കമ്പവും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് മമ്മൂക്ക ശ്രദ്ധിക്കുന്നത്. അല്ല, അതിനുവേണ്ടിയാണ് മമ്മൂക്ക പണിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് തേച്ചാൽ ഇനിയും മിനുങ്ങും എന്നുള്ളത്. അങ്ങനെ തേച്ച് മിനുക്കി മമ്മൂക്ക ഈ ഒരു പ്രായത്തിലും വീണ്ടും വീണ്ടും ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിരളി പിടിച്ച് ഇങ്ങനെ കിടന്ന് പുളകം കൊള്ളുന്ന കുറച്ച് ആളുകളുണ്ട്. സംഘികളാവാം, കമ്മികളാവാം, ഇനി ഹിസംഗികളോ മുസംഗികളോ ക്രിസംഗികളോ ആവാം. ഏതവനൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഈ മമ്മൂട്ടി യുഗം, ഈ മലയാളത്തിൻ്റെ ഇതിഹാസം, കേരളീയരുടെ സംസ്കാരം എന്നൊക്കെ നമ്മൾ പേരെടുത്ത് പറയുന്ന മമ്മൂട്ടി, ആ ഒരു യുഗം ഇനിയും ഒരുപാട് കാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനെ ഒരിക്കലും ഒരാൾ വിചാരിച്ചാലും തടയിടാൻ സാധിക്കത്തില്ല. ഇവിടെ കേന്ദ്രം വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നെ അല്ല ഇനിയിപ്പോൾ ബാക്കിയുള്ള ഏതായാലും ഇവിടെ കിടന്ന ഊലാമ്പികൾ. എടാ മക്കളെ, തകർക്കാനായിട്ടില്ല പിന്നെയല്ല തളർത്താൻ. വേറൊരു ഡയലോഗ് ഞാൻ ഈ സമയത്ത് പറയാം. അതായത് മഴ പെയ്തിട്ട് നനഞ്ഞിട്ടില്ല പിന്നെയല്ല മരം പെയ്യുമ്പോൾ. ഈ ഒരു കാര്യങ്ങളൊക്കെ മമ്മൂക്കയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, എനിക്കിത് ഓരോ കാര്യങ്ങൾ മമ്മൂക്കയെ പറ്റി പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ന് രോമമൊക്കെ എഴുന്നേറ്റ് വരും കേട്ടോ. എന്താണെന്നറിയില്ല, അത് വല്ലാത്തൊരു ഇഷ്ടമാണ് ആ ഒരു മനുഷ്യനോട്. ഈ മലയാള സിനിമയിലുള്ള എല്ലാ ആളുകൾക്കും, മലയാള സിനിമയിലൊന്നല്ല, മലയാള സിനിമയെ അല്ലെ സിനിമാ ലോകത്തിനെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യനെ ഒരുപാട് ഇഷ്ടമാണ്. അത് സിനിമാ നടൻ എന്നതിനേക്കാൾ അപ്പുറം നല്ലൊരു മനുഷ്യ സ്നേഹി ആയതുകൊണ്ടാണ്. മനുഷ്യബന്ധങ്ങൾക്ക്, സ്നേഹബന്ധങ്ങൾക്ക് എന്നും എപ്പോഴും വില കൽപ്പിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ടാണ്. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും സ്നേഹിക്കുന്നത്. ഇനിയും എന്നും നമുക്ക് ഈ മമ്മൂക്കയെ ഇതേപോലെ തന്നെ എല്ലായ്പ്പോഴും നമ്മളെ ത്രസിപ്പിക്കുന്ന മമ്മൂക്കയെ ആ രീതിയിൽ തന്നെ ത്രസിപ്പിച്ച് കാണാൻ സാധിക്കട്ടെ. അദ്ദേഹം എന്നും, ഒരിക്കലും അദ്ദേഹത്തിന് പ്രായമാണെന്ന് ഞാൻ പറയുന്നത്, ഒരിക്കലും അദ്ദേഹത്തിന് പ്രായമായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രായം എന്ന് പറയുന്ന സാധനമൊക്കെ എന്തായാലും ആവും. പക്ഷേ മമ്മൂക്ക എന്നും നമ്മളെ ഇങ്ങനെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇനിയും അതിലൊരു പൊടി പോലും കുറയാതെ അത് വീണ്ടും കൂടുതലായിട്ട് കാണാൻ സാധിക്കട്ടെ. അതെല്ലാം കാണാനുള്ള ഭാഗ്യം എന്നും എപ്പോഴും നമുക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ കാത്തിരിക്കും. ഓക്കെ, ബൈ.